മൂക്കിൽ ഫോൺ. എന്നാണ് ദേവിയുടെ കല്യാണം. സാരി ഒന്നും ഇന്നലെ ഡ്രൈപ്പ് ചെയ്ത് വെച്ചില്ല. അപ്പോൾ ഡ്രൈപ്പ് ചെയ്ത് സെറ്റാക്കട്ടെ കേട്ടോ. ബൈ. ദേവി ചേച്ചി ഏറ്റവും ലേറ്റായിട്ടാണ് നമ്മൾ റെഡി ചെയ്തത്. അതേ പോവാൻ വേണ്ടി ഇറങ്ങാം. അപ്പൊ അകത്തിരിപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. കല്യാണ പെണ്ണ് ബെസ്റ്റിയോ ഒരുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫർ എടുത്തിട്ട് മറ്റേ നമ്മളൊരു ഫോട്ടോ ചേച്ചിയുടെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു. ചേച്ചി ണ്ടോ നെഞ്ചടിക്കുന്നുണ്ടോ? തൊട്ട് സിംഗിൾ അല്ല, കമ്മിറ്റഡ്. ഇവളുണ്ട്, നീയുണ്ട്. നിന്റെ ഉടനെ കാണും. അവൾ കല്യാണം കഴിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ അതിലിങ്ങനെ കൊണ്ടുപോകും. നീ വിഷമിക്കണ്ട, നമുക്ക് വേറെ പെണ്ണിനെ സെറ്റാക്കാം. ഗൈസ് ബെസ്റ്റ് കിട്ടുന്നതിന് കരയുന്ന കുട്ടി.
എനിക്കൊന്ന് ഫുൾ ഫാമിലി ഉണ്ട് ഇവിടെ. അങ്ങനെ ദേവിയുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ ഇനി അടുത്ത ഡ്രസ്സ് മാറിയിട്ട് പിന്നെയും പോണം. കുഞ്ഞി ഫുൾ പാക്കപ്പായി പോകുന്നു. ബൈ. കണ്ടോ? പോയാ പോരെ. തിരിച്ചു വരും. ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ കിടക്കാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ഭീഷ്മേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ ഫുള്ളും മീനും കാര്യങ്ങളൊക്കെയാണ്. സോ ഇപ്പം ഞങ്ങൾ ദേവിയുടെ ഇവിടുത്തെ റിസപ്ഷന് പോവാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് നാളെ രാവിലെ പോകും. നാളെ രാവിലെ വീട്ടിൽ പോകും. അങ്ങനെ നമ്മുടെ കല്യാണ ചടങ്ങുകളൊക്കെ കഴിയാറായത്. ലാസ്റ്റ് ഫംഗ്ഷനാണ്. നല്ല വെട്ടം ബാത്റൂമിൻ്റെ അവിടെ അല്ലേ? നല്ലൊരു
പക്ഷെ നല്ല വീഡിയോ, ഇവർക്ക് ഇത് ഇറക്കിക്കൂടെ? പെണ്ണുങ്ങളുടെ ക്യൂ സെപ്പറേറ്റ് ഉണ്ടോ? ഇല്ലൊരു ഫുഡ് പറയാൻ തോന്നുന്നു. നിന്നെ നോക്കുന്നു. അപ്പോൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞു, റിസപ്ഷനും കഴിഞ്ഞു, എല്ലാവരോടത്തും ബൈ ബൈ പറഞ്ഞു. ഇങ്ങനെ ഭീഷ്മ ചേച്ചിയുടെ വീട്ടില്ല. ഞങ്ങളിപ്പോൾ വിളിക്കാൻ വരും. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക. നല്ല വിഷമമുണ്ട്. എല്ലാവരുടെ അടുത്തും ഇതായിട്ട് പോകുന്നതിന് 3 ദിവസം അടിപൊളി. എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു, ഒന്നും പറയാനില്ല. അവളുടെ ലൈഫൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഉറങ്ങും കുറച്ച് നേരം. എന്ത് കിട്ടി? ആരെന്ന്? ആ ബസ്സല്ലേ? എല്ലാ ബസ്സും അങ്ങോട്ടല്ലേ? അപ്പോൾ ഗായ്സ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഞാൻ വന്ന് വേഗം കുളിച്ചു റെഡിയായി എന്ന് പറഞ്ഞാൽ കുളിച്ച് ഫ്രഷായി. ഇനി ഒന്ന് ഉറങ്ങണം. നല്ല വിശപ്പുണ്ട്. രാവിലെ ദോശ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയത്. മന്തി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ മന്തിയൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കണം. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ, അടിപൊളിയായിരുന്നു ഈ ഒരു 4-5 ദിവസം. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇതെൻ്റെ ഒരു കോർ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവും. കാരണം ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കല്യാണം നമ്മളിങ്ങനെ കൂടാറില്ല, ജസ്റ്റ് പോവാ വരിക അങ്ങനെയല്ലേ. ഇത് അവിടെ വീട്ടിൽ നിന്ന്, പിന്നെ എനിക്ക് നിമ്മിയെ ഫ്രണ്ടായിട്ട് കിട്ടി. വീട്ടുകാരെല്ലാം ഓരോരുത്തരും അവളുടെ അടുത്ത് ഉള്ള റിലേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു വീട്ടുകാരെല്ലാവരും തന്നെ. എനിക്ക് അവിടെ നിന്ന് വിട്ട് വന്നപ്പം സഹിക്കാൻ പറ്റാത്ത സങ്കടമായിരുന്നു. അച്ഛനാട്ടെ അമ്മയാട്ടെ എല്ലാവരും, ഗ്രീഷ്മ ചേച്ചി, ചേട്ടന്മാർ, എല്ലാവരും ഭയങ്കര എന്താ സപ്പോർട്ടിങ്ങും ഭയങ്കര സ്നേഹവും കെയറിങ്ങും എല്ലായിരുന്നു. ഇനിയും എപ്പോഴും അങ്ങോട്ട് തിരിച്ച് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെ അവളുടെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കണം,
സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളൊരാഗ്രഹം. പിന്നെ നിമ്മോളെ കിട്ടി, അവളെ ഇനി ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ വരുമ്പോൾ ഒന്ന് കാണാൻ കറങ്ങാൻ പോകണം. അങ്ങനെയൊക്കെ ഇവിടെ എത്തിയിട്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞു എത്തിയെന്ന്. അങ്ങനെ എല്ലാവരും നല്ല ടയേർഡാണ്, പനിയും അങ്ങനെയൊക്കെ. നല്ല നിമ്മിക്കും വയ്യായിരുന്നു, അവളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് അവളെങ്ങനെയൊക്കെയാണ് പോയത്. അങ്ങനെ എൻ്റെ ചിലപ്പോൾ ഞാൻ ഇത്രയും ഇൻട്രസ്റ്റോടെ ഈ വ്ളോഗ് എടുത്തിട്ട് എപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഇത് എഡിറ്റ് ചെയ്യാൻ നേരം എൻ്റെ കണ്ണും മനസ്സും ഒക്കെ ഒരുപാട് നിറയും. കാരണം അത്രയ്ക്കുള്ളൊരു മെമ്മറി ഉണ്ട്. ചിലപ്പോൾ വ്ളോഗിനകത്തൊന്നും കാണില്ലായിരിക്കും, കാരണം മിക്ക ക്ലിപ്സും എടുക്കാൻ നേരം സമയമില്ല. വേഗം ശരവടയിന്ന് എന്തൊക്കെയോ എടുത്ത് വെച്ചേക്കുക. ഇനി അത് എഡിറ്റ് ചെയ്യാൻ നേരം അറിയാതെ എങ്ങനെ ആയിരിക്കുമെന്ന് എൻ്റെ തലയിൽ കിട്ടുകയുണ്ട്. നല്ല സങ്കടമുണ്ട്. ദേവിക്കുട്ടി ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ലാൽ ചേട്ടൻ നന്നായിട്ട് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹണിമൂണൊക്കെ പോട്ടെ. അവർക്ക് രണ്ടുപേർക്കും എൻ്റെയും നിമ്മിയുടെയും വക ഹാപ്പി മാരീഡ് ലൈഫ്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല നിമ്മി എൻ്റെ ഫ്രണ്ടാവുന്നു. അവളിങ്ങനെ സ്റ്റോറിയൊക്കെ ഇടുന്നത് കാണാം, പക്ഷേ അവളായിട്ട് ഇനി ഇത്രയും നല്ലൊരു ബോണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പും വരുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചില്ല. പാവം കൊച്ച്. ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അവിടുന്ന് മേടിച്ചതാണ്. അവിടെ ചെറുക്കൻ ഇങ്ങനെ നിർബന്ധിച്ച് എനിക്ക് തന്ന ബോളിയും പായസമാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ കഴിച്ചിട്ട് വരട്ടെ, എൻ്റെ ഫുഡ് ഇതുവരെ വന്നില്ല. കഴിച്ചിട്ട് വരാം കേട്ടോ. ബൈ. സോ അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.